ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസ് പോയിന്റ് റിവിഷൻ്റെ 9ാം ഭാഗം ഇൻഡോ പാക് റിലേഷൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് പാകിസ്ഥാൻ ഈസ് ദ ക്ലോസസ്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഫാദസ്റ്റ് നെയ്ബർ ഓഫ് ഇന്ത്യ. പാകിസ്ഥാൻ ഏറ്റവും അടുത്തതും അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വിദൂരമായ, അതായത് ഒരു ശത്രുത ഉള്ള ഒരു രാജ്യമാണ് എന്ന് പറയാം. പാകിസ്ഥാൻ ഈസ് ക്ലോസ് ടു ഇന്ത്യ ഹിസ്റ്റോറിക്കലി. ചരിത്രപരമായി ഇന്ത്യയും പാകിസ്ഥാനും ഒന്ന് തന്നെയാണ്, അവരുടെ ചരിത്രം ഒന്ന് തന്നെയാണ്. അയൽപ്പക്കം ഒരു അതിർത്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോഗ്രഫിക്കലി കൾച്ചറലി ദേ ആർ വെരി ക്ലോസ്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും പാകിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും അടുത്തതാണ്. But when it comes to democracy, outlook on religion and mutual understanding, Pakistan is the farthest neighbor. എന്നാൽ ജനാധിപത്യം, മതത്തിലുള്ള കാഴ്ചപ്പാട്, പരസ്പര ധാരണ എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല അയൽക്കാരൻ പാകിസ്ഥാൻ തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ആ നല്ല വശങ്ങളെന്ന് നോക്കാം. നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ പാക് റിലേഷൻ? ബോത്ത് കൺട്രീസ് വർക്ക് ടുഗെദർ ടു റീഹാബിലിറ്റേറ്റ് ദ വിമൻ കിഡ്നാപ്ഡ് ഡ്യൂറിങ് ദി ഡിവിഷൻ ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വിഭജന സമയത്ത് സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ആ സ്ത്രീകളെ പുനരധിവസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. An understanding was negotiated through the mediation of World Bank for sharing river water. അതുപോലെ നദിയിലെ ജലം പങ്കിടുന്നതിന് ഒരു വേൾഡ് ബാങ്കിൻ്റെ മീഡിയേഷനിലൂടെ ഒരു ധാരണ ചർച്ച ചെയ്ത് വളരെ സമാധാനപരമായ ഒരു തീരുമാനത്തിൽ എത്താനും സാധിച്ചു. അതുപോലെ ദ ലീഡേഴ്സ് ഓഫ് ബോത്ത് കൺട്രീസ് കോഓപ്പറേറ്റഡ് ഇൻ ആഗ്ര സമ്മിറ്റ്. ആഗ്ര ഉച്ചകോടിയിൽ ഇവർ തമ്മിൽ യാതൊരു കലഹവും കൂടാതെ പരസ്പരം സഹകരിക്കുകയും ചെയ്തു. Although it proved to be a failure in the end, it gave some hope for the future. അപ്പോൾ നമുക്കറിയാം, ഇതൊക്കെ നന്നായിട്ട് അവർ സഹകരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യമുണ്ടായിരുന്നില്ല. യുദ്ധത്തിലാണ് അവസാനിച്ചത്. എങ്കിലും ഒരു പ്രതീക്ഷ, ഭാവിയെക്കുറിച്ച് അതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് നയതന്ത്രം വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്, ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ട്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം കുറക്കാൻ, ഒരു ഫ്രണ്ട്ഷിപ്പ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ക്രിക്കറ്റ് ഡിപ്ലോമസി റെഡ്യൂസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. ഡ്യൂറിങ് ദ ടൈം ഓഫ് അടൽ ബിഹാരി വാജ്പേയി ഇൻ ഇന്ത്യ and Musharraf in Pakistan, there were bus and train services between these two countries. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ, അതുപോലെ തന്നെ മുഷറഫ് പാകിസ്ഥാൻ ജനറലായിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് സർവീസ് വരെ ഉണ്ടായിരുന്നു. ട്രെയിൻ ബസ് സർവീസുകൾ ഉണ്ടായി എന്നുള്ളത് നല്ലൊരു പോസിറ്റീവായ കാര്യമാണ്. ഓൾദോ ദ എബവ് തിങ്സ് ആർ ഗുഡ്, ഫോർ ക്വൈറ്റ് സം ടൈം സീരിയസ് ഡിസ്പ്യൂട്ട് ഹാവ് ബീൻ ഗോയിങ് ഓൺ ബിറ്റ്വീൻ ദീസ് ടു നെയ്ബേഴ്സ്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് അയൽവാസികളും തമ്മിൽ വളരെയധികം ഗുരുതരമായ തർക്കങ്ങൾ ആ സമയത്തും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ഫസ്റ്റ് ഡിസ്പ്യൂട്ട് ഈസ് ഇൻ ദ കേസ് ഓഫ് കാശ്മീർ. അത് വിഭജന കാലത്ത് തുടങ്ങിയ പ്രശ്നമാണ്, കാശ്മീരിൻ്റെ മേലുള്ള അവകാശം. Even in 1947 itself, there was a clash between Indian and Pakistani soldiers. അപ്പോൾ 47-ൽ തന്നെ അവർ തമ്മിലൊരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. അതൊരു വാറിലേക്കൊന്നും എത്തിയില്ല എന്ന് മാത്രം. വിത്ത് ദാറ്റ് പാകിസ്ഥാൻ ബിക്കെയിം എ ഡിസിസീവ് ഫാക്ടർ ഇൻ അവർ റിലേഷൻ വിത്ത് അമേരിക്ക ആൻഡ് ചൈന. അതോടെ പാകിസ്ഥാൻ അമേരിക്കയുമായും ചൈനയുമായും ഉള്ള നമ്മുടെ ബന്ധത്തിൽ അല്പം പ്രശ്നം ഉണ്ടാക്കി. കാരണം പാകിസ്ഥാൻ്റെ കാര്യങ്ങളിൽ അമേരിക്കയും ചൈനയും ഇടപെടുന്നു. ചൈന ഓൾറെഡി ഒരു ശത്രു രാജ്യമായി നമ്മളെ കണക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അമേരിക്കയും ചൈനയെയും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റുന്നു.
In 1965, Pakistan made an armed attack in Ran of Kutch in Gujarat. ഇപ്പോൾ 65-ലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ പാകിസ്ഥാൻ ഒരു സായുധ ആക്രമണം നടത്തി. അതിനുശേഷം ലേറ്റർ ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ആർമി അറ്റാക്ക് കാശ്മീർ. ഇപ്പോൾ ഈ രണ്ട് പ്രദേശത്തും പാകിസ്ഥാൻ ആക്രമിച്ചു. Pakistan government expected the Kashmiri people to support them, but it did not happen. അപ്പോൾ കാശ്മീർ ആക്രമിച്ചപ്പോൾ കാശ്മീർ തങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായിരുന്നില്ല. ദെൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഓർഡേർഡ് ദ ഇന്ത്യൻ ആർമി ടു അറ്റാക്ക് പാകിസ്ഥാൻ ഫ്രം ദ പഞ്ചാബ് ബോർഡർ. അപ്പോൾ പഞ്ചാബ് ബോർഡറിൽ നിന്ന് പാകിസ്ഥാനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യൻ സൈന്യത്തോട് ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തരവിട്ടു. അപ്പോൾ ആർമി ഏകദേശം ലാഹോർ വരെ എത്തി. ആ സമയത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതിൽ ഇന്ത്യയിൽ ശാസ്ത്രിയും പാകിസ്ഥാനിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയൂബ് ഖാനും ഒപ്പുവെച്ചു. ഇതാണ് താഷ്കൻഡ് എഗ്രിമെൻറ്റ്. അപ്പോൾ താഷ്കൻഡ് എഗ്രിമെൻറ്റ് പ്രകാരം യുദ്ധം നിർത്തിവെച്ചിട്ടുള്ള ഒരു കരാറായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ കോസ്റ്റ് എ ഹ്യൂജ് മിലിറ്ററി റോൾസ്. അപ്പോൾ പാകിസ്ഥാനാണ് സൈനിക നഷ്ടം ധാരാളം ഉണ്ടായത്. നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. അപ്പോൾ ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നുള്ളതും വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1970s പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ പ്രോബ്ലം ഉണ്ടായി. അതായത് ആഭ്യന്തര പ്രശ്നവും അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളെന്ന് പറയുന്നു. During the first election, the Western Pakistan party of Zulfikar and Bhutto got majority. അപ്പോൾ ഇവിടെ സുൾഫിക്കറിനെ പശ്ചിമ പാകിസ്ഥാനിലെ, അതായത് വെസ്റ്റേൺ പാകിസ്ഥാനിലെ സുൾഫിക്കർ ഭൂട്ടോനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനി അവാമി ലീഗിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പോൾ മുജ്ബർ റഹ്മാനാണ് മെജോറിറ്റി. അവാമി ലീഗിൻ്റെ ലീഡറായ മുജ്ബുർ റഹ്മാനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനികൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല വെസ്റ്റ് പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുവാനായിട്ട്. കാരണം അവിടെ വേറെ ഭരണം, ഇവിടെയും ഇപ്പോൾ വേറെ ഒരു പാർട്ടിയാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രരാകാനായിട്ട് കിഴക്കൻ പാകിസ്ഥാനികൾ ആഗ്രഹിച്ചു. അതിന് കാരണവുമുണ്ട്. കാരണം അവരെ ഒരു ഈക്വാളിറ്റി ഇല്ല, അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ തോട്ട് ദാറ്റ് വേ ട്രീറ്റഡ് ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ. രണ്ടാം ക്ലാസ് പൗരന്മാരായിട്ടാണ് അവരെ പരിഗണിക്കുന്നത് എന്നുള്ള ആരോപണത്തിലൂടെ അവർക്കതിൽ നിന്ന് ഫ്രീഡം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു. ദ റൂളേഴ്സ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാനീസ് വെർ നോട്ട് വില്ലിങ്. ഇത് ഫ്രീഡം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവാമി ലീഗിൻ്റെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോലും അവർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ഡെമോക്രാറ്റിക് മാനറാണെന്നാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിധി മാനിക്കേണ്ടതുണ്ട്. അത് മാനിക്കാൻ പശ്ചിമ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവരുടനെ വന്ന് മുജ്ബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു. 1971 ദ വെസ്റ്റ് പാകിസ്ഥാനി ആർമി അറസ്റ്റഡ് മുജ്ബുർ റഹ്മാൻ. കാരണം മുജ്ബുർ റഹ്മാനാണ് ലീഡർ അവാമി ലീഗിൻ്റെ. അപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആൻഡ് ത്രെറ്റൻ ദ പീപ്പിൾ ഓഫ് ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമല്ലേ അത്? കാരണം അവിടെ എലക്ട് ചെയ്ത ആളെ ഭരിക്കാൻ അനുവദിക്കാതെ, ജനഹിതം മാനിക്കാതെ ഭീഷണിയുടെ സ്വരം മുഴക്കുക. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് ഈസ്റ്റ് പാകിസ്ഥാനികൾ ശക്തമായി ആഗ്രഹിച്ചു. ദ പീപ്പിൾ വാണ്ടഡ് ദെയർ ഓൺ സെപ്പറേറ്റ് കൺട്രി കോൾഡ് ബംഗ്ലാദേശ്. അവർക്ക് പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുകയും വേണ്ട, അവർക്ക് ബംഗ്ലാദേശ് എന്ന പേരിൽ ഈസ്റ്റേൺ പാകിസ്ഥാൻ ഏരിയ അറിയപ്പെടണം എന്നും അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ പോരാട്ടം തുടങ്ങി. ബിക്കോസ് ഓഫ് ദ റെപ്രസീവ് മെഷർ ബൈ ദ പാകിസ്ഥാനി ഗവൺമെൻറ് ഇത് അടിച്ചമർത്താൻ തുടങ്ങി. കാരണം അവരുടെ ഒരു പ്രദേശം തന്നെ സ്വതന്ത്രമാകണമെന്ന് ആവശ്യപ്പെട്ടാലേ അവരുടെ രാജ്യം വീണ്ടും രണ്ടായി മുറിഞ്ഞു പോകും. അപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നു. 80 ലക്ഷത്തോളം ആളുകളാണ്
ഈ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ അവരെ അടിച്ചമർത്തൽ ഭയന്ന് ഓടി പോന്നത്. അപ്പോൾ ഇന്ത്യ ഹാഡ് ടു അക്കോമഡേറ്റ് സം 80 lakh റെഫ്യൂജീസ്. അപ്പോൾ ഇന്ത്യ 80 ലക്ഷത്തോളം അഭയാർത്ഥികളെ പാർപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യ സപ്പോർട്ടഡ് ദ ഡിമാൻഡ് ഫോർ ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശ് ഒരു സെപ്പറേറ്റ് രാജ്യമാകണം എന്ന ഈസ്റ്റേൺ പാകിസ്ഥാൻ്റെ ആവശ്യത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ബംഗ്ലാദേശ് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ അക്യൂസ്ഡ് ഇന്ത്യ ഫോർ എയ്ഡിങ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഈസ്റ്റ് പാകിസ്ഥാനെ സഹായിക്കുന്നു, തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ അനാവശ്യമായി ഇടപെടുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു, ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആരോപിച്ചു. ഇൻ ദ സർക്കംസ്റ്റൻസസ് അമേരിക്ക ആൻഡ് ചൈന സപ്പോർട്ടഡ്. അമേരിക്കയും ചൈനയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു വന്നു. കാരണം ഇന്ത്യക്ക് ഇതിൽ യാതൊരു കാര്യമില്ല, അത് പാകിസ്ഥാൻ തമ്മിൽ സെറ്റിൽ ചെയ്യേണ്ടതാണ്. കാരണം അത് പാകിസ്ഥാൻ ഏരിയയാണ്, ഈസ്റ്റേൺ പാകിസ്ഥാൻ വെസ്റ്റേൺ പാകിസ്ഥാൻ എന്ന് തരംതിരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ അതിലിടപെടേണ്ട കാര്യം ഭാരതത്തിനില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങൾ രണ്ടും, അമേരിക്ക, ചൈന ഓൾറെഡി ഇന്ത്യയോട് താല്പര്യത്തിലല്ല, അമേരിക്കയും കൂടി ഇന്ത്യക്ക് എഗെയിൻസ്റ്റായി മാറി. അപ്പോൾ പാകിസ്ഥാൻ ദസ് ദ 3 countries എഗെയിൻസ്റ്റ് ഇന്ത്യ. ഇപ്പോൾ 3 രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ അമേരിക്കയും ചൈനയും ഇന്ത്യയുടെ ശത്രു രാജ്യമായി മാറി. ഇൻ 1971 ഇന്ത്യ സൈൻ എ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഫോർ 20 years വിത്ത് സോവിയറ്റ് യൂണിയൻ. ഇപ്പോൾ 71 ആയപ്പോൾ ഇന്ത്യ റഷ്യയുമായി കൂട്ടുകൂടി ഒരു സൗഹൃദ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അത് 20 വർഷത്തേക്കാണ്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഇഫ് ഇന്ത്യ വാസ് അറ്റാക്ഡ് ബൈ എനി കൺട്രി, ഇപ്പോൾ ഈ കരാറ് ഉടമ്പടി പ്രകാരം ഇന്ത്യയെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ റഷ്യ ഉടനെ സഹായവുമായി എത്തണം. റഷ്യ വുഡ് കം ടു ഹെർ അസിസ്റ്റൻസ്. അപ്പോൾ അതാണ് ഉടമ്പടി. ഇൻ 1971 പാകിസ്ഥാൻ അറ്റാക്ക് പഞ്ചാബ്. അപ്പോൾ പാകിസ്ഥാൻ റെഡി ആയിട്ടുണ്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ബംഗ്ലാദേശിൻ്റെ പ്രശ്നത്തിൽ വളരെ ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 71 പാകിസ്ഥാൻ പഞ്ചാബിനെ ആക്രമിച്ചു. രാജസ്ഥാൻ ആൻഡ് ജമ്മു കാശ്മീർ ഈ 3 ഏരിയയും അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇന്ത്യൻസ് അറ്റാക്ക് പാകിസ്ഥാൻ ഫ്രം ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈമൾട്ടേനിയസ്. 2 സ്ഥലത്തും. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു ദോഷം പരിഗണിച്ചുകൊണ്ട് എല്ലാ വശത്തേക്കും അറ്റാക്ക്, ചൈനയുമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ അതാണ് സംഭവിച്ചത്. ഒരു പ്രദേശം മാത്രമേ ചൈനയുമായി അറ്റാക്ക് ചെയ്തപ്പോൾ കീഴടക്കാൻ സാധിച്ചുള്ളൂ. ഇവിടെ ആ പോരായ്മ നിർത്തിക്കൊണ്ട് ഈസ്റ്റും വെസ്റ്റും ഒന്നിച്ച് ആക്രമണം നടത്തി. വിത്ത് പോപ്പുലർ സപ്പോർട്ട് ദ ഇന്ത്യൻ ആർമി സറൗണ്ടഡ് ധാക്ക ഫ്രം 3 sides. അപ്പോൾ അവിടെ ജനങ്ങളുടെ സമ്മതം ഉണ്ടായിരുന്നു. അവിടെ ജനകീയ പിന്തുണയോടെ ഇന്ത്യൻ സൈന്യം ധാക്കയെ 3 വശങ്ങളിൽ നിന്നും വളഞ്ഞു. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഒരേ സമയം പാകിസ്ഥാനെ ആക്രമിക്കുകയും ചെയ്തു. ഏകദേശം 10 ദിവസം എടുത്തുള്ളൂ. ഇൻ 10 days ദ പാകിസ്ഥാനി ആർമി സറണ്ടർ. 10 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി. അതോടെ അവർക്ക് ബംഗ്ലാദേശിന് ഫ്രീഡം കൊടുക്കേണ്ടി വന്നു. കാരണം അവർ പരാജിതരായി. വിത്ത് ഫ്രീഡം ഓഫ് ബംഗ്ലാദേശ് ഇന്ത്യ ഡിക്ലെയർഡ് എ യൂണിലാറ്ററൽ സീസ്ഫയർ. അപ്പോൾ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ യുദ്ധത്തിനുള്ള കാരണങ്ങളും അവസാനിച്ചു. അപ്പോൾ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. ഇനി ഇന്ദിരാഗാന്ധി സുൾഫിക്കർ ഭൂട്ടോവുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു 1972. അതായത് ഷിമിയ കരാറിലാണ് ഒപ്പുവെച്ചത്. അനദർ ബിഗ് പ്രോബ്ലം. ഇനിയിപ്പോൾ ഇത് അവിടെ അവസാനിച്ചു. പിന്നീട് വലിയൊരു പ്രശ്നം വന്നത് കാർഗിൽ പ്രശ്നമാണ്. അനദർ ബിഗ് പ്രോബ്ലം വാസ് ദ കാർഗിൽ ഇഷ്യൂ. Indian Army reported that many part of the line of control were occupied by മുജാഹിദീൻസ്. അപ്പോൾ മുജാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് കൺട്രിയുടെ ഫൈറ്റേഴ്സാണ്. അവർ നോൺ മുസ്ലിം ഏരിയയിലൊക്കെ അവർ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു തീവ്രവാദികളാണ്, ടെററിസ്റ്റുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ പ്രദേശത്ത് കാർഗിൽ എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം റിപ്പോർട്ട് ചെയ്തു. ഇതിന് പാകിസ്ഥാന് പങ്കുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അറിവോടെയാണ് അവരത് ചെയ്യുന്നത് എന്ന്
ഇന്ത്യയും സംശയിച്ചു. ഉടനെ അത് ഒരു വിവാദത്തിന് ഇടയായി. ദിസ് റിസൾട്ടഡ് ഇൻ ദ കോൺട്രവേഴ്സി ബിറ്റ്വീൻ ദ ടു കൺട്രി. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ഈ കാർഗിൽ പ്രശ്നം വന്നു. ഓൺ 26 ജൂലൈ 1999 ഇന്ത്യ റീക്യാപ്ചേർഡ് സം ഓഫ് ദ പ്ലേസസ് ഓക്യുപ്പൈഡ് ബൈ മുജാഹിദീൻ. അപ്പോൾ മുജാഹിദീൻ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇന്ത്യ തിരിച്ചു പിടിച്ചെടുത്തു. ആസ് ബോത്ത് കൺട്രീസ് ഹാഡ് ആറ്റോമിക് വെപ്പൺ, രണ്ട് രാജ്യത്തിന് ആണവ ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ട് നിന്ന് ആണവ യുദ്ധം പ്രയോഗിച്ചാൽ ലോകം തന്നെ നശിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു എല്ലാ രാജ്യത്തിൻ്റെയും ശ്രദ്ധ. ബട്ട് ദ ഡിസ്പ്യൂട്ട് ലിമിറ്റഡ് ഇറ്റ് സെൽഫ് ടു ദ കാർഗിൽ ഏരിയ. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രമേ ആ ഒരു പ്രശ്നം ഉള്ളൂ. മറ്റു പ്രദേശത്തേക്കൊന്നും അത് വ്യാപിക്കുന്നില്ല. അത് തിരിച്ചു പിടിച്ചതോടെ ആ പ്രശ്നം ഏകദേശം സമാധാനത്തിലെത്തി എന്ന് പറയാം. ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജനറൽ മുഷറഫ് റീകോൾ ദ പാകിസ്ഥാൻ ആർമി ഫ്രം ദെയർ. അപ്പോൾ പാകിസ്ഥാൻ ആർമിയോട് അവിടെ നിൽക്കണ്ട, തിരിച്ചിങ്ങോട്ട് പോരുക എന്ന് ജനറൽ മുഷറഫും ആവശ്യപ്പെട്ടു. ദർ ആർ സ്റ്റിൽ മെനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പോഴും ഉണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണ്, തീവ്രവാദ ആക്രമണം. പലപ്പോഴും ഇവിടെ അറ്റാക്ക് ഉണ്ടാകുന്നു, ബോംബ് ആക്രമണങ്ങൾ. അപ്പം ഇതൊക്കെ പാകിസ്ഥാൻ്റെ അറിവോടെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണച്ചുകൊണ്ടാണ് ഈ തീവ്രവാദി സംഘങ്ങൾ വരുന്നതെന്ന് ഇന്ത്യ ആരോപിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻകാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നും ആരോപിക്കുന്നു. അതിനെ ദ അറ്റാക്ക് ഓൺ ദ പാർലമെൻറ്റ് ആൻഡ് മുംബൈ വേഴ്സൺ ദ റിലേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്. ഒന്നും കൂടി പ്രശ്നമായി. പാർലമെൻറ്റിനും മുംബൈക്കും നേരെ ആക്രമണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ വഷളാക്കി. റീസെൻ്റ്ലി പാകിസ്ഥാൻ മെയ്ഡ് സം മൂവ് എഗെയിൻസ്റ്റ് ദ ടെററിസ്റ്റ് ദെയർ. ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാകിസ്ഥാൻ ഭരണം, ഗവൺമെൻറ് ടെററിസ്റ്റുകളെ ഒതുക്കുന്നുണ്ട്. ടെററിസ്റ്റുകൾക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്, അവരെ നിയന്ത്രിക്കുന്നുണ്ട്, അവരെ ശിക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നു. ഇറ്റ് ഈസ് ഹോപ്പ് ദാറ്റ് സച്ച് ആക്ഷൻസ് വിൽ ബ്രിങ് പീസ് ടു ദ ഏഷ്യൻ മെയിൻലാൻഡ്. അപ്പോൾ ഈ പ്രദേശം, നമ്മുടെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു സമാധാനം കൈവരും, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നം തീരാൻ സാധ്യതയുണ്ട് എന്ന് ആശ്വസിക്കുന്നു.